സദ്യ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ലയുടെ മനയിലെ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ മാമ്പഴ പുളിശ്ശേരിയിൽ നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതിൻ്റെ രുചി കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്താൽ തന്നെ ആ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു സ്വാദ് കിട്ടും. ഇപ്പോൾ ചോറുണ്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാകും കഴിക്കാൻ. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ ഞാനിവിടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടുമാങ്ങയാണ് കേട്ടോ എടുത്തത്. അതായത് അത്യാവശ്യം പുളിയും നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് ചെത്തിക്കളയാം. മേലെയുള്ള ആ ഒരു ഭാഗം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതുപോലെ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാങ്ങ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് 4 എണ്ണം മാത്രമേ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് അളവിൽ തയ്യാറാക്കുന്നതാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തേങ്ങേൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ മാങ്ങ തൊലി കളഞ്ഞിട്ട് ഞാനിത് ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ കൽച്ചട്ടിയിലൊക്കെ വെക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കൽച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇതിലൊരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇതിൽ നല്ലപോലെ ഇങ്ങനെ ഇറങ്ങി കിട്ടും കേട്ടോ, ഇങ്ങനെ ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ ചട്ടിയിൽ വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കുക്കറിൽ വെക്കാം കേട്ടോ. കുക്കറിൽ ഇതിട്ടിട്ട് 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മളെ മാങ്ങ നല്ലപോലെ ഒന്ന് ഞെരടി എടുത്തിട്ട് ഒരുപാട് ഫുള്ളായിട്ട് അങ്ങ് ഞെരടി എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് മുഴുവനായിട്ട് എടുക്കണ്ട കേട്ടോ. മേലേന്ന് കുറച്ച് ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് ഞെരടി എടുത്താൽ മതി. കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ചട്ടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല കട്ട തൈര്, അത്യാവശ്യം പുളിയുള്ള തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ തൈര് ചേർത്തിട്ട് തേങ്ങ അരക്കുമ്പോൾ തേങ്ങ നല്ല പോലെ ഒന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് തൈരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ കറി, അതായത് മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ലൂസായി പോകും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു തേങ്ങേൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് തൈര് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ വേവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് മതിയാകുമേ. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാങ്ങ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈ വെന്ത ആ മാങ്ങേൻ്റെ ആ ഒരു ഇതൊക്കെ പൾപ്പൊക്കെ അതിലേക്ക് അങ്ങ് ഇറങ്ങുകയും ചെയ്യും. കറിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് അത്യാവശ്യം അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ അരച്ചുകൊണ്ട് വന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ തൈര് ചേർത്തുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അധികം ഒരുപാടങ്ങ് തിളച്ചിതാവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തൈര് വേണമെങ്കിൽ പുളി അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നതിന് കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള കറിയാണല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങനെ ചട്ടിയിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ഒന്ന് കുറുകും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാണ്. അപ്പോൾ ശർക്കര പൊടിയാണ് നമ്മളെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് ചേർത്താൽ നമ്മൾ നല്ല പഴുത്ത മാങ്ങ എടുത്തു കഴിഞ്ഞാലും നല്ല മധുരമുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാലും ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അതുപോലെ തന്നെ ശർക്കര പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആയാലും മതിയേ. അപ്പോൾ ശർക്കരപ്പൊടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോവാണ്ട് നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ടാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യാണ്. ആ നെയ്യും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
സാധാരണ നല്ലയിടം മനയിലെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് അതിൽ നെയ്യ് ചേർക്കാറില്ല കേട്ടോ. ഇതുപോലെ ലാസ്റ്റ് ഒന്ന് തിള സമയത്ത് കറിവേപ്പില ചേർത്തിട്ട് വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുക ചെയ്യുന്നത്, വറുത്തിടുക പോലും ചെയ്യാറില്ല. പക്ഷെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഇത് ചേർത്തുന്നേ ഉള്ളൂ, നെയ്യ് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഈ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വറുത്തിടുന്നുണ്ട് കേട്ടോ. കറി കാണാൻ നല്ലൊരു ഭംഗിക്കും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ വറുത്തിടുന്നത് ഞാൻ നെയ്യിൽ തന്നെയാണ് വറുത്തിടുന്നത്. അതിൽ പുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉലുവയും ചേർത്തിട്ടുണ്ട്, പിന്നെ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്തിട്ടാണ് വറുത്തിടുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് സെറ്റാവാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഒന്ന് സെർവ് ചെയ്താൽ മതി. അപ്പോഴേക്കും എല്ലാം കൂടി ആ മാങ്ങയും അതിൻ്റെ ആ ഒരു ചാറും ഒക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടും. കുറച്ച് നല്ല കട്ടിയാവുകയും ചെയ്യും. അപ്പോൾ ഇതാ മാമ്പഴ പുളിശ്ശേരി കണ്ടില്ലേ, നേരത്തേക്കാളും നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നെയ്യും അതുപോലെ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു പുളിശ്ശേരി മാമ്പഴം വെച്ചിട്ട് മാത്രമല്ല, നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടൊക്കെ പുളിശ്ശേരി ഉണ്ടാക്കില്ലേ, ഏത് വെച്ചിട്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. ഈ ഒരു മെത്തേഡിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് വിഷുവിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്